ലേബി, ഈ മാനേജറെ മർദ്ദിച്ചെന്ന കേസിൽ ഉണ്ണി മുകുന്ദന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുമല്ലോ അല്ലേ? കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടും. വ്യാജ പരാതി എന്ന നിലപാടിൽ തന്നെയാണ് ഉണ്ണി മുകുന്ദൻ ഉറച്ചു നിൽക്കുന്നത്. തീർച്ചയായും റോഷ്നി, ഇന്ന് മുൻകൂർ ജാമ്യത്തിന് ഉണ്ണി മുകുന്ദൻ കോടതിയെ സമീപിക്കും. ജാമ്യാപേക്ഷയിലുള്ളത് ഇത് വ്യാജ പരാതിയാണ്. തൻ്റെ അഡ്രസ്സും തൻ്റെ ഗുഡ്വില്ലുമൊക്കെ സ്വാർത്ഥ ലാഭത്തിനായി പരാതിക്കാരൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ തൻ്റെ വ്യാജമായി തൻ്റെ ID ഉപയോഗിച്ചുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതിനെതിരെ താൻ പ്രതികരിച്ചിരുന്നു. അതിൻ്റെ അനിഷ്ടം തന്നോടുണ്ടായിരുന്നു. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിൻ്റെ ദേഷ്യമാണ് ഏറ്റവും ഒടുവിൽ തീർത്തിരിക്കുന്നത് എന്നൊക്കെയാണ് ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് പോലീസിനോട് കോടതി ഇന്ന് റിപ്പോർട്ട് തേടുകയും ചെയ്യും. അതേസമയം പരാതിക്കാരൻ തൻ്റെ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. പരാതിക്കാരൻ ഫെഫ്ക മെമ്പറാണ്. ഫെഫ്കയിൽ പരാതി നൽകിയിട്ടുണ്ട്. ഫെഫ്ക ആകട്ടെ ഈ പരാതി AMMയെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പരാതി ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉണ്ണി മുകുന്ദനെതിരെ പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് പരാതിക്കാരൻ മാനേജർ വിപിൻ പറയുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടുകൂടി, മിനിയാന്ന് രാവിലെ 11 മണിയോടുകൂടി താൻ താമസിച്ചിരുന്ന ഫ്ളാറ്റിലേക്ക് എത്തി ബേസ്മെന്റിലേക്ക് വരാൻ ഉണ്ണി മുകുന്ദൻ ആവശ്യപ്പെട്ടു. താഴെ ഇറങ്ങിയ തന്നെ അകാരണമായി ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള പരാതിയാണ് പരാതിക്കാരൻ മാനേജർ വിപിൻ ഉന്നയിച്ചിരിക്കുന്നത്. ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. ദീർഘസമയമാണ് കഴിഞ്ഞ ദിവസം ഇൻഫോ പാർക്ക് പോലീസിന് അദ്ദേഹം മൊഴി നൽകിയത്. ഏതായാലും ഉണ്ണി മുകുന്ദൻ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കട്ടെ എന്ന്. പരാതിക്കാരനും അതുതന്നെ പറയുന്നു. ഏതായാലും CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകളൊക്കെ ഈ കേസിൽ നിർണായകമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മാനേജറുടെ തീരുമാനം. അതുമാത്രമല്ല, ഉണ്ണി മുകുന്ദൻ തന്നെ കരണത്തടിച്ചതുൾപ്പെടെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കി എന്നുള്ള പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. ഈ പരാതിയുമായി സിനിമാ സംഘടനകളെയും സമീപിച്ചിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് ഇതിൻ്റെ നടപടികളുമായി ഏതായാലും മുന്നോട്ട് പോവുകയാണ്. അന്വേഷണം ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് ഇന്ന് മുൻകൂർ ജാമ്യത്തിന് ഉണ്ണി മുകുന്ദൻ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് കോടതി അത് പരിഗണിക്കുകയും ചെയ്യും.